ചേട്ടായി കോഴിക്കുള്ള പുല്ല് അരിയോ. അവിടെ മഴവില്ലുണ്ട്, കണ്ടായിരുന്നോ? മഴവില്ല്. ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുക. ഞാൻ 3-4 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ലല്ലോ. ഞങ്ങൾ വീട്ടിൽ പോയേക്കുമായിരുന്നു കേട്ടോ, ഇരിട്ടിയിൽ. വീട്ടിലേക്ക് പോകുന്ന വീഡിയോയും വല്യമ്മച്ചിയെ കാണുന്നതൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ കൂട്ടുകാർക്ക് കുറേ പേർക്ക് ആ ഒരു വീഡിയോ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല. 1.5 കൊല്ലമൊക്കെ കൂടിയിട്ടോ കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. ആകെ തലേദിവസം പോകും, പിറ്റേ ദിവസം വരും. അതുകൊണ്ട് വർത്താനം പറയലും ഒക്കെ ആയിരുന്നു. അത് പിന്നെ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പോകുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ഒരു തട്ടുകടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു, കട്ടൻ കാപ്പി കുടിച്ചു, ബ്രെഡ് ഓംപ്ലേറ്റും ഒക്കെ കഴിച്ചു. 1:30 ഇവിടുന്ന് പോയി 5:30 വീട്ടിലെത്തി. ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഛർദ്ദിക്കുന്നതുകൊണ്ട് പതുക്കെയാട്ടോ പോയത്. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പം കുഞ്ഞിപ്പെണ്ണ് ആൻറ്റിയോട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ആൻറ്റി ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെയുള്ള മാവൊക്കെ കുഴയ്ക്കും കേട്ടോ. ചപ്പാത്തി ഇഷ്ടമുള്ളവരും പൂരി ഇഷ്ടമുള്ളവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് രണ്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു മുട്ടക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അമ്മച്ചി ചേമ്പിൻ്റെ താള് തോരൻ വെക്കുന്നുണ്ട്. വെള്ളമില്ല, ചോറിൽ വെള്ളം കുറഞ്ഞു. വെള്ളം ഒഴിക്കട്ടെ? ആൻറ്റി ഇറച്ചിയും എല്ലും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറച്ചിക്കടയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ വണ്ടിക്ക് കൊണ്ടുവന്നതാണ്. അത് മേടിക്കാൻ വേണ്ടി പോയത് ആൻറ്റി. കുഞ്ഞുമാവിനെ ഉണർത്തി 10 മണിയായോ? കുഞ്ഞുമാവിൻ്റെ ഉറക്കം കളഞ്ഞോ? അയ്യോ, ഒരെണ്ണേ ഉള്ളൂ. ഒന്നുകൂടെ ചത്തുപോയി. അയ്യോ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കുഞ്ഞിൻ്റെ വീഡിയോ എടുക്കട്ടെ. കുഞ്ഞിൻ്റെ വീഡിയോ എടുക്കട്ടെ. ഇതിൻ്റെ അമ്മയാരാ? ഇതിന് ഡിൻസിക്ക് കുഴപ്പമൊന്നുമില്ല. ബാ ബാ. കേൾക്കുന്നില്ല. ഞാൻ ഇത് ചേച്ചിയാ? ഇത് പെണ്ണാ? ഇതോ ഇത് കൊണ്ടുവരാൻ തോന്നി. ഇതിന്റെ കൊച്ചതായിരിക്കുന്നത്. ഞാൻ എടുത്തോണ്ട് പോവാം. കുഞ്ഞു മാറടി മാറടി.
ഇവിടെ 3-4 പൂച്ചകളുണ്ട്. പിന്നെ ഒരു കുഞ്ഞി പൂച്ച ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്. എനിക്ക് പക്ഷേ ഈ പൂച്ചയോടൊന്നും വലിയ താല്പര്യമില്ല. പൂച്ചയും പട്ടിയൊന്നും എനിക്കിഷ്ടമല്ല. കാണാനൊക്കെ ഇഷ്ടമാണ് അതിൻ്റെ കളിയൊക്കെ. പക്ഷേ എന്തോ അതിനെ വളർത്തുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഇവിടെ ആൻറ്റിക്കും അമ്മച്ചിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ കൊഞ്ചിച്ച് ഓമനിച്ച് മക്കളെ പോലെ കേട്ടോ വളർത്തുന്നത്. അമ്മച്ചി ഞാൻ മീൻകറിയിൽ വിട്ടുന്നതിന് വരെ കുറ്റം പറഞ്ഞിരിക്കുക. കുഞ്ഞിപ്പെണ്ണിന് കേക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ആൻറ്റിയും പിന്നെ ആൻറ്റിയുടെ മോളും കൂടെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ആൻറ്റി കേക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ തലമുടിയൊക്കെ ചീകി ഏതൊക്കെയോ മോഡലിൽ അഞ്ജന കെട്ടി കൊടുക്കുന്നുണ്ട്. അഞ്ജനെ ഇനിയിപ്പോ കൊണ്ടുപോകണം. ഇനിയിപ്പം ഹോസ്റ്റലിൽ അല്ല അപ്പോഴേ മെസ്സിനെന്താ കിട്ടുക? മെസ്സിലെന്താ ചോറ്, ചപ്പാത്തി, ദാല്, അത് തന്നെ പല പല രീതി. അഞ്ജന ജയ്പൂരാണ് പഠിക്കുന്നത്. അവൾ അവിടുത്തെ ഓരോരോ കഥകളൊക്കെ പറയുവാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കും. എല്ലാവരുടെയും ചോറുണ്ണലൊക്കെ കഴിഞ്ഞു. അമ്മച്ചി പിന്നെ നമ്മുടെ അയൽവക്കത്തെ ചേട്ടനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ കാട് വെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്യുന്നുണ്ട് ചെറിയ തോതിൽ. അപ്പോൾ മഴ പെയ്തപ്പോൾ ചേട്ടൻ കയറി വന്നതാ. കുഞ്ഞിപ്പെണ്ണ് ഇതുവരെയും കടൽ കണ്ടിട്ടില്ല. നമുക്കിവിടെ കടലൊന്നും ഇല്ലല്ലോ. പിന്നെ കടൽ കാണണമെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ കണ്ണൂരൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അവൾ ഫോണിലൊക്കെ കടൽ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഭയങ്കര അത്ഭുതത്തോടെ ഓരോന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കടൽ കാണാൻ വേണ്ടിയിട്ട് അത്ര ആഗ്രഹിച്ച് കൊച്ചിനെയും കൊണ്ട് പോയിട്ട് പക്ഷേ ഞങ്ങൾക്ക് ശരിക്കും കടൽ കാണാൻ പറ്റില്ല. ഭയങ്കര ബ്ലോക്കും ഒരുപാട് റാലിയും അതും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് താമസിച്ചു. ഇരുട്ടായിട്ടോ. ഇതെന്ത് സാരി പുതിയതാ? പുതിയ സാരിയാണ്. അവിടെ വേറെ ഓ ഇവിടെ കൊടുത്താ അവിടെ പ്രസവം എടുത്ത കുറച്ച് ഇരുട്ട ഞാൻ പറയുന്നത് പഴയകാല പെണ്ണിന്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഞാൻ ഒന്ന് ചോദിച്ചു പോയി മോളെ. ഞാൻ ആ സാരി എല്ലാം കൂടി അമ്മച്ചിന്റെ കുറിച്ച് ഈ വാരിക്കട്ടിക്ക് തടി പോകുന്നു അല്ലേ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരി വന്നതാട്ടോ എന്നെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ സ്ഥലത്തു നിന്ന് വല്ലപ്പോഴും ഒക്കെ എല്ലാവരും ഒന്നിച്ച് വരുമ്പോൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപാട് നാളൊക്കെ കൂടിയായിരിക്കും കാണുന്നത്. ശാന്തേച്ചിയുടെ വർത്തമാനമൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒറിജിനൽ കണ്ണൂർ രീതിയിലാണ് വർത്തമാനം പറയുന്നത്. നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയായിരുന്നു കേട്ടോ. കുറച്ച് കുഞ്ഞു മക്കൾ പാവകളൊക്കെ കുഞ്ഞു മക്കളെ പോലൊക്കെ കയ്യിൽ പിടിച്ച് പോകുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ പുറകെ. അങ്ങനെ കുറേ നേരം വണ്ടി ബ്ലോക്കൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ബ്ലോക്കൊക്കെ ഒഴിവായി എല്ലാവരും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെ ഇനിയിപ്പം കോഴിക്കോട് കൊണ്ടുപോയിട്ട് ശരിക്കും കടൽ കാണിക്കണം. അവളുടെ ഒരു ആഗ്രഹമല്ലേ. ഇങ്ങോട്ട് നോക്ക്. ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോവുക ചെയ്യുമ്പം കൂടുതലും ഒന്നുകിൽ വെളുപ്പാങ്കാലത്ത് അല്ലെങ്കിൽ വൈകുന്നേരം ആകുന്ന സമയത്ത്. അങ്ങനെ ആകുമ്പം ബ്ലോക്കൊന്നും ഉണ്ടാകത്തില്ല. വെയിലിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്ക് യാത്രയൊക്കെ സുഖമാണ് കേട്ടോ. ഇവിടെ നോക്ക്. ഞാൻ വെച്ച തോരനും ചാറുകൂടിയൊക്കെ റെഡി ആയി. എന്തോ
അതല്ലേ നാച്ചുറൽ ഇത് പറ്റിച്ച് വെച്ചേക്കുക. പറ്റിച്ചു വെച്ചേക്കുവാണോ? അത് അമ്മച്ചീനെ എടുക്കാൻ പോവാ. തന്നെ വെച്ചോളൂ. ഇത് ഞായറാഴ്ചത്തെ വീഡിയോയാണ്. ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിൽ പോകുക കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളി, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉടുപ്പിന് ചെറിയൊരു കംപ്ലയിൻറ്റ് കേട്ടോ. അതിൻ്റെ വർക്ക് ഇങ്ങനെ അഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അത് അമ്മച്ചി രാവിലെ ശരിയാക്കിയതാണ്. പള്ളിയിൽ എല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞേച്ച് ഞങ്ങൾ വീട്ടിലെത്തി എല്ലാവരും കൂടെ ചോറ് കഴിക്കും കേട്ടോ. എന്നിട്ട് ആൻറ്റി കോഴിക്കോടേക്ക് പോയി. ഞങ്ങൾ പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് പോകുന്നത് കേട്ടോ. 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നേ. മമ്മി വന്നിട്ടൊന്നുമില്ലായിരുന്നു. മമ്മിയും ആങ്ങളെയും ഒന്നും വന്നിട്ടില്ല. അവർ ഏപ്രിൽ മാസമൊക്കെയാണ് മിക്കവാറും വരാറുള്ളത് കേട്ടോ. എല്ലാ കൊല്ലവും അങ്ങനെയാണ് വരാറുള്ളത്. അതുകൊണ്ട് അവരാരും ഇല്ലായിരുന്നു. പിന്നെ ഇത് മമ്മിയുടെ അനിയത്തിമാരാട്ടോ ഇവർ രണ്ടുപേരും. ഞാൻ ചോറ് കഴിച്ചിട്ടില്ല. കുഞ്ഞിപ്പെണ്ണിന് ചോറ് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് വിശന്നിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നതാണ് കേട്ടോ. എന്നിട്ട് ചോറ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ചോറ് വേണ്ട. പിന്നെ ഇങ്ങനെ ഓരോന്നെല്ലാം പറഞ്ഞ് മെല്ലെ മെല്ലെ ഇരുന്ന് ചോറ് കൊടുക്കുക. വേറെ 1-2 സ്ഥലത്ത് കൂടെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കിവിടെ കോഴിയൊക്കെ ഉള്ളത് കൊണ്ട് തലേദിവസം പോയിട്ട് പിറ്റേ ദിവസം വരലേ നടക്കുകയുള്ളൂ. സൂപ്പറാണ് കാണിച്ചേ, അതൊക്കെ കാണണം. എങ്ങനെ മോനെ കറി എങ്ങനെയുണ്ട്? ഇങ്ങനെ കണ്ണുകൊണ്ടെന്താ കാണിക്കില്ല. ഇത് നമ്മൾ അയൽവക്കത്തുള്ളവരെ കോഴി ഏൽപ്പിച്ചിട്ടാണ് പോയത്. പിന്നെ കോഴിയെ നോക്കലും ഒരു പണി തന്നെയാണ് കേട്ടോ. പുല്ലരിഞ്ഞിട്ട് കൊടുക്കുകയും അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യണമല്ലോ. കൂട്ടിക്കിടക്കുന്ന കോഴിയല്ലേ. ഇത് ഞാൻ മമ്മിയോട് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞതാ. സ്ത്രീ കണ്ട് വേണോ തിന്നോ? എന്നാ ശരിയേ. എവിടെയെങ്കിലും പോയാൽ പോരാ. എനിക്ക് ഇച്ചിരി ഗമേ പൊക്കോ. കടവാവല അതവാവല ആർക്കാ? ഇഞ്ചി ചുട്ടിട്ട് തിന്നുവാ. ചുമക്ക മരുന്ന് ഉണ്ടാക്കാനാണോ തിന്നാനാണോ? ഇപ്പൊ ഇങ്ങനെ വെറുതെ തിന്നുന്നല്ലോ. ഞാൻ പോവാ. അതും കത്തിയും കൊടുവാളും ഒക്കെ പിടിച്ച്. ഇതിൻ്റെ ബാക്കി വീഡിയോ ഒക്കെ അടുത്ത ദിവസം ഇടാം. എല്ലാം കൂടെ ഇട്ടാൽ ഭയങ്കര ലോങ് ആയി പോകും. പിന്നെ ഞാൻ ശാന്ത ചേച്ചിയോടും ലീല ചേച്ചിയോടും ഒക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.